Hello everyone, welcome to I Plus Training Solutions. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSA ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, HSA ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ, നമ്മൾ 9 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ? 9 ചോദ്യങ്ങൾ നമ്മൾ അതിന്റെ ഡിസ്കഷൻ അടക്കം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10ാമത്തെ ചോദ്യം നോക്കിക്കേ, ജേർണൽ ടു സ്റ്റെല്ല ഈസ് എ വർക്ക് ബൈ. ജേർണൽ ടു സ്റ്റെല്ല എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ജോസഫ് എഡിസൺ, ജോണതൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡെഫോ, നൺ ഓഫ് ദ എബോവ്. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല, കാരണം ഇവരാരും അല്ല എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇവരാരും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്ഷൻ നോക്കണം, അതിന് ആൻസർ കൊടുക്കണം. ജേർണൽ ടു സ്റ്റെല്ല എന്ന് പറയുന്ന ആരുടെ വർക്ക് ആണ്? ജോസഫ് എഡിസൺ, ജോണതൻ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഡാനിയൽ ഡെഫോ. ഇതിന് ശരി ഉത്തരം ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇവരെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരേ ഏരിയയിലൊക്കെയുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. ഡാനിയൽ ഡെഫോ ആണെങ്കിൽ നോവലിസ്റ്റ് ആണ്, നോവലുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജോസഫ് എഡീസൺ ആണെങ്കിൽ പീരിയോഡിക്കൽസിന് പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ജോണതൻ സ്വിഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും പ്രയോറിറ്റി സ്വിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് നോവൽസ്, അതുപോലെ തന്നെ ട്രാവലോഗുകൾ അല്ലെ. നമുക്ക് സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരേണ്ടതാണ് ട്രാവലോഗുകൾ. അദ്ദേഹം ഒരുപാട് നല്ല ട്രാവലോഗുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് യാത്രകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ട് ട്രാവലോഗുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ജേർണൽ ടു സ്റ്റെല്ലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. ആ തീം പ്രസന്റ് ചെയ്യുന്ന റൈറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോണതൻ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഐസക് ബിക്കർസ്റ്റഫ് എന്നൊക്കെയുള്ള ടൈറ്റിൽ ഒക്കെയുള്ള നമ്മുടെ ജോണതൻ സ്വിഫ്റ്റ് ആണ് ഇതിന്റെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, ജോണതൻ സ്വിഫ്റ്റ്. ജോണതൻ സ്വിഫ്റ്റിന്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിലായ ഐസക് ബിക്കർസ്റ്റഫ്. ഐസക് ബിക്കർസ്റ്റഫ്. ഓക്കെ, ജോണതൻ സ്വിഫ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ പെൻനെയിം, അത് ഐസക് ബിക്കർസ്റ്റഫ് എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ജേർണൽ ടു സ്റ്റെല്ല എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോണതൻ സ്വിഫ്റ്റിന്റെ ആണ്. ഒരുപാട് നല്ല പ്രമേയങ്ങൾ കൺവേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോണതൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. നല്ല നല്ല ഐഡിയാസും കോൺസെപ്റ്റുകളും ഒക്കെ കവർ ചെയ്യാനായിട്ട് റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട്. The poetic drama Murder in the Cathedral by T.S. Eliot was published in the year. Okay, അപ്പം നമ്മുടെ poetic ഡ്രാമയായ Murder in the Cathedral, T.S. Eliotന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് Murder in the Cathedral. അത് പബ്ലിഷ് ചെയ്ത വർഷമാണ് നമ്മുടെ ചോദ്യം. Okay, was published in the year 1925, 1930, 1935, 1940. Okay, 1925, 1930, 1935, 1940. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്തുള്ള poetic ഡ്രാമയായ Murder in the Cathedral, T.S. Eliot മർഡർ ഇൻ ദ കാത്തഡ്രൽ പബ്ലിഷ് ചെയ്ത വർഷമാണ് നമ്മുടെ ചോദ്യം. T.S. Eliot എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ വർഷവും ആവർത്തിക്കപ്പെടാറുണ്ട്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും PSC പരീക്ഷകൾക്കും. ഓക്കെ, അപ്പം മർഡർ ഇൻ ദ കാത്തഡ്രലിന്റെ പ്രത്യേകത അതൊരു വേഴ്സ് ഡ്രാമയാണ്. കാരണം പ്രോസ് അല്ല, വേഴ്സ് ആണ്. ഓക്കെ, അതായത് കവിതയുടെ ഒരു പ്രസൻസ് ഉള്ള ഒരു ഡ്രാമയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ T.S. Eliot എവിടെ നിന്നാണ് ഈ എഴുതാനുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ടംപററി സൊസൈറ്റിയിൽ നിന്നും, അതുപോലെ തന്നെ ഓൾറെഡി അദ്ദേഹത്തിന്റെ മുന്നിൽ മാതൃകകളായിട്ട് ഉണ്ടായിരുന്ന റൈറ്റേഴ്സിനെ അദ്ദേഹം നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ആ മാതൃകകളായിട്ട് നിന്നിരുന്ന റൈറ്റേഴ്സിനെ നല്ലപോലെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അവർ കൊണ്ടുവരുന്ന ഐഡിയാസും അവർ ക്ലബ് ചെയ്ത് വെക്കുന്ന ഐഡിയാസും ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കും നല്ല രീതിയിൽ. എന്നിട്ട് അതിനകത്തിൽ തന്നെ വരുന്ന എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും അദ്ദേഹം പ്രസന്റ് ചെയ്യാറുണ്ട്. കാരണം ആ ഒരു മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ തന്റെ പെർസ്പെക്റ്റീവ്. ഓക്കെ, മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് എലീറ്റിന്റെ കോൺസെപ്റ്റിലായിരിക്കും അത് അദ്ദേഹത്തിന് മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെ. മേ ബി അതേഴ്സ് വോണ്ട് തിങ്ക് സോ. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റുകളും കൺവേ ചെയ്യാനായിട്ട് റൈറ്റർ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പോയറ്റിക് ഡ്രാമയായ മർഡർ ഇൻ ദി കാത്തഡ്രൽ T.S. Eliotന്റെ ആണ്. ഇത് പബ്ലിഷ് ചെയ്ത ഇയർ ആണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന് ശരി ഉത്തരം ഏതാ കൊടുക്കാൻ പറ്റുന്നത്? 1935, 1935 ഈ ഒരു പുസ്തകത്തിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1935 ആണ്. ഓക്കെ, അപ്പം T.S. Eliot അല്ലെ, ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിൽവർ, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എലിയറ്റിൽ നിന്നും പഠിക്കാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, association of sensibility, dissociation of sensibility. ഇനി അതുപോലെ തന്നെ ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിൽവർ,
ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിൽവർ. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന ഐഡിയ. ഇതൊക്കെയാണ് നമ്മുടെ എലീറ്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, എലീറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിൽവർ, ഇത്തരത്തിലുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ മർഡർ ഇൻ ദ കാത്തഡ്രലിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1935 ആണ്. അടുത്ത നോക്കിക്കേ, പിൽഗ്രിംസ് പ്രോഗ്രസ് ഈസ് എ വർക്ക് ബൈ. ഈ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണ്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണ്? ജോൺ ബണ്ണിയൻ, ജോൺ ഡൺ, ജോൺ റൈഡൻ, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ജോൺ ബണ്ണിയൻ, ജോൺ ഡൺ, ജോൺ റൈഡൻ, നൺ ഓഫ് ദ എബോവ്. ഏതാ നമുക്ക് ശരി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? ജോൺ ബണ്ണിയൻ ആണ് കേട്ടോ. ജോൺ ബണ്ണിയന്റെ വളരെ മികച്ച ഒരു വർക്ക് തന്നെയാണ് ഈ പറയുന്ന പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത്, അല്ലെ? പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന പുസ്തകത്തിന് 2 ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഈ പുസ്തകത്തിന് വരുന്നുണ്ട്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ക്രിസ്ത്യനും ക്രിസ്റ്റീനയുമാണ് ഇതിനകത്തിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ക്രിസ്ത്യന്റെ വൈഫാണ് ക്രിസ്റ്റീന. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ ഒരു ബുക്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വേഴ്സറ്റൈർ ആയ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വാസ് റിട്ടൺ ബൈ. ഓക്കെ, വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇതൊരു വേഴ്സ് സറ്റയർ ആണ്, പ്രോസ് അല്ല, വേഴ്സ് ആണ്. ഓക്കെ, വേഴ്സ് ഫോം, പോയറ്റിക് ഫോമിലുള്ള സറ്റയർ ആണ്. സാമുവൽ ജോൺസൺ, ബെൻ ജോൺസൺ, ജോണതൻ സ്വിഫ്റ്റ്, ജോസഫ് അഡീസൺ. 4 ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സാമുവൽ ജോൺസൺ, ബെൻ ജോൺസൺ, ജോണതൻ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ജോസഫ് അഡീസൺ. ഓക്കെ, ദ വേഴ്സ് സറ്റയർ ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വാസ് റിട്ടൺ ബൈ. വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന് പറയുന്ന വേഴ്സ് സറ്റയർ എഴുതിയത് ആരാണ്? സാമുവൽ ജോൺസൺ, ബെൻ ജോൺസൺ, ജോണതൻ സ്വിഫ്റ്റ്, ജോസഫ് അഡീസൺ. ഓക്കെ, ഇതിന്റെ ശരി ഉത്തരം വരുന്നത് സാമുവൽ ജോൺസൺ ആണ്. സാമുവൽ ജോൺസന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഫസ്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സാമുവൽ ജോൺസന്റെ ആണ്, അല്ലെ? അപ്പൊ സാമുവൽ ജോൺസൺ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റൈറ്റർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുറെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. വേഴ്സ് സറ്റയർ ആയിട്ടുള്ള വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സാമുവൽ ജോൺസൺ ആണ് കേട്ടോ. ബെൻ ജോൺസൺ നമുക്ക് ഓപ്ഷനിലുണ്ട്, ജോണതൻ സ്വിഫ്റ്റ്, ജോസഫ് അഡീസൺ. ഇവരൊക്കെയാണ് ഓപ്ഷനിൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് ഇവരൊക്കെ ചേർന്നാണ് നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ലിറ്ററേച്ചറിലേക്ക് കൊടുത്തിട്ടുണ്ട്, അത്രയും വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ. സോ വേഴ്സറ്റൈർ ആയിട്ടുള്ള വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എഴുതിയത് ആരാണ്? സാമുവൽ ജോൺസൺ, ബെൻ ജോൺസൺ, ജോണതൻ സ്വിഫ്റ്റ്, ജോസഫ് അഡീസൺ. ഓക്കെ, ശരി ഉത്തരം വരുന്നത് സാമുവൽ ജോൺസൺ ആണ്. അടുത്ത നോക്കിക്കേ, What does the idiom jump on the bandwagon means? Okay, idioms എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? idioms എന്ന് പറഞ്ഞിട്ട്, അല്ലെ? എപ്പോഴും ഒരു 100 idioms എങ്കിലും നമ്മൾ പഠിച്ചു വെക്കുമ്പോഴാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 idioms നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല idioms പഠിക്കാനായിട്ട്. നമുക്കത് എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള വാക്കുകളുടെ അതായത് അതിന് വേറൊരു മീനിങ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇപ്പം ഒരു ഇഡിയം ഉണ്ടാവും, അതിന് മറ്റൊരു തരത്തിലുള്ള മീനിങ് ഉണ്ടാവും. അപ്പൊ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ എടുക്കാനായിട്ടൊക്കെ നമുക്ക് ഇവിടെ സാധിക്കും. വാട്ട് ഡസ് ദ ഇഡിയം ജംപ് ഓൺ ദ bandwagon mean? Okay, jump on the bandwagon എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. To miss an opportunity, to join a popular trend or activity, to criticize someone harshly, to be dishonest. Okay, അപ്പൊ എന്താണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? To miss an opportunity, to join a popular trend or activity, to criticize someone harshly, to be dishonest. Okay, ഏതാണ് ശരി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? To miss an opportunity, to join a popular trend or activity, to criticize someone harshly, to be dishonest. Okay, ഏതാ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്നുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ ഇഡിയം ആണ് കേട്ടോ. ഒരുപാട് ഇഡിയംസ് നമുക്കുണ്ട്. ആപ്പിൾ ഓഫ് മൈ ഐ, അതുപോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ ത്രോ അവേ, ഇല്ല തൊട്ടടുത്താണെന്ന് പറയാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജംപ് ഓൺ ദ ബാൻഡ് വാഗണിന് അർത്ഥം വരുന്നത് ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി. ഓക്കെ, അതായത് കറന്റ് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെയുള്ള നമ്മുടെ കറന്റ് ലൈഫിലായാലും വരുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ ട്രെൻഡുമായിട്ട് നമ്മളും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ഓക്കെ, ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി, ഒരു ട്രെൻഡിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. Ode on the Intimations of Immortality is a work by Wordsworth which was published in the year. Okay, Ode on the Intimations of Immortality എന്ന് പറയുന്ന വർക്ക് നമ്മുടെ വേൾഡ്സ്വർത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ്. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ ദ ഇയർ. അത് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. 1805, 1806, 1807, 1808.
ഓക്കെ, 1805, 1806, 1807, 1808 ഇതിലേതാണ് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഈസ് എ വർക്ക് ബൈ വേൾഡ്സ്വർത്ത്. വേൾഡ്സ്വർത്തിന്റെ വർക്ക് ആണ്. ഇതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇയർ ഏതാണ്, ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഒരുപാട് പുസ്തകങ്ങളാണ് വേൾഡ്സ്വർത്തിൻ്റെതായിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇമ്മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എറ്റേണിറ്റിയെ തന്നെയാണ്. ഓക്കെ, ലൈഫിൽ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ എറ്റേണൽ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ലവ് ഈസ് എറ്റേണൽ എന്ന് നമ്മൾ പറയാറുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഈസ് എറ്റേണൽ, റിലേഷൻഷിപ്സ് ആർ എറ്റേണൽ, അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ഇറ്റ് സെൽഫ് ഈസ് എറ്റേണൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പലപ്പോഴും എറ്റേണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനോടുള്ള ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റും കൂടെയാണ്. കാരണം ഒരിക്കലും അത് എന്താണ് മീൻസ് അത് എന്താണ് നഷ്ടമാകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അത് ഫിക്സ് ചെയ്ത് എപ്പോഴും എറ്റേണൽ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഈസ് എ വർക്ക് ബൈ വേൾഡ്സ്വർത്ത് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1805, 1806, 1807, 1808. ഇതിനേതാ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? 1807 ആണ് കേട്ടോ. 1807 ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഓഡ് ഓൺ ദ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഈസ് എ വർക്ക് ബൈ വേൾഡ്സ്വർത്ത് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1807. ഓക്കെ, 1807 ആണ് ഇതിന്റെ ഇയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1807. അടുത്ത നോക്കിക്കേ, ദ ഗ്രേറ്റ് എക്സിബിഷൻ ഒക്കേർഡ് ഇൻ ദ ഇയർ. ഗ്രേറ്റ് എക്സിബിഷനിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ. ഗ്രേറ്റ് എക്സിബിഷൻ നടന്ന വർഷമാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ് എക്സിബിഷന്റെ ഇയർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് എക്സിബിഷൻ ഒക്കേർഡ് ഇൻ ദ ഇയർ 1850, 1851, അതുപോലെ തന്നെ നമുക്ക് 52, 53. ഇതിന്റെ ആൻസർ വരുന്നത് 51 ആണ് കേട്ടോ. 1851 നമുക്ക് ഗ്രേറ്റ് എക്സിബിഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രേറ്റ് എക്സിബിഷൻ നടന്ന വർഷമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്വീൻ വിക്ടോറിയയുടെ ഒരു എന്താണ് പ്രൗഡിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഒരു പോപ്പുലാരിറ്റിയും ഒക്കെ ബെസ്റ്റ് ഓൺ ചെയ്യുന്ന, ഒക്കെ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഗ്രേറ്റ് എക്സിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് പ്രത്യേകതകളുള്ള സമയമാണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഇനിഷ്യേറ്റീവ്സും ഒക്കെ നടന്ന സമയം തന്നെയാണിത്. അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. ഒമേറോസ് എന്ന കവിതയിൽ നിന്ന് നമുക്ക് ചോദ്യമുണ്ട്. ഓക്കെ, ഒമേറോസ് ഈസ് എ പോം ബൈ. ഒമേറോസ് എന്ന കവിത ആരുടെയാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രേറ്റ് എക്സിബിഷനിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. ഇനി ഇതിന്റെ ഒരു വിശേഷണം കൂടെ ഒന്ന് നോട്ട് ചെയ്തോണേ. സൺ അവർ സെറ്റ്സ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ. ഓക്കെ, സൺ അവർ സെറ്റ്സ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന വലിയൊരു ക്യാപ്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ, ലിറ്റററി അഡ്വാൻസ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു. അതായത് ഇന്ന് നമ്മൾ എക്സിബിഷൻസ് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഓരോ ഫീൽഡിലും എക്സിബിഷൻസ് നടക്കാറുണ്ട്. ലിറ്ററി എക്സിബിഷൻ ഉണ്ട്, സയന്റിഫിക് എക്സിബിഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അവരുടെ പ്രൗഢിയും അവരുടെ എന്താണ് ഓക്കെ, അതായത് ഇംഗ്ലണ്ടിനോട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് തിരിച്ച് പ്രതീക്ഷിക്കാം എന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ പിന്നീടായാലും ഇംഗ്ലണ്ടിന് ഒരു പൊസിഷൻ ഓക്കെ ആസ് ദ ടോപ്പ് നേഷൻ, വൺ അമംഗ് ദ ടോപ്പ് നേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിച്ചത് ഈ എക്സിബിഷൻ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പൊ എഡ്വേർഡ് ഏഴാമൻ വരുന്നുണ്ട് വിക്ടോറിയയ്ക്ക് ശേഷം അല്ലെ. വിക്ടോറിയൻ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എഡ്വേർഡ് ഏഴാമന്റെ കാലഘട്ടമാണ്. വളരെ വലിയൊരു കാലഘട്ടം തന്നെയായിരുന്നു വിക്ടോറിയയുടെ സമയം അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി പ്രവർത്തനങ്ങൾ നടന്ന സമയമാണ്. സോ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എഡ്വേർഡ് ഏഴാമന് വിക്ടോറിയയെ പോലെ തന്നെ ഇംഗ്ലണ്ട് റൂൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഡൗൺ ആയ ഡിമ്മായ സമയമായിരുന്നു ഇംഗ്ലണ്ട് അല്ലെ. എഡ്വേർഡ് ഏഴാമൻ എന്ന് പറയുമ്പോൾ വിക്ടോറിയയുടെ മകൻ തന്നെയാണ്. പക്ഷെ വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ടിനെ കൊണ്ടുപോയ രീതിയിൽ അത് റെഗുലേറ്റ് ചെയ്ത് പോകാനായിട്ട് കിങ്ങിന് സാധിച്ചില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാ സ്പിയറിലും ഉണ്ടായിരുന്നു. സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി ഒക്കെ തന്നെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് അങ്ങ് നോക്കാം. ഒമേറോസ് എന്ന് പറയുന്ന കവിത ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഡെറിക് വാൽകോട്ട്, ഡാന്റേ ഗബ്രിയൽ മാർക്വസ്, നമ്മുടെ മാർക്വസ് ആണ് കേട്ടോ. ലൈക്ക് നമ്മുടെ ക്രോണിക്കിൾസ് ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് ഒക്കെ എഴുതിയ ഗബ്രിയൽ മാർക്വസ് ആണ് ഓപ്ഷനിലുള്ളത്.
അടുത്തായിട്ട് നമുക്ക് അർണോൾഡ് വെസ്കറും ടോണി മൊറീസണും ഒക്കെയാണ് ഓപ്ഷനിലുള്ളത് അല്ലെ. ടോണി മൊറീസൺ എന്ന് പറയുമ്പോൾ തന്നെ ബിലൗഡ് എന്ന നോവല്, അതുപോലെ തന്നെ ദ ബ്ലൂസ്റ്റ് ഐ എന്ന് പറയുന്ന ഫേമസ് നോവല് അല്ലെ, അതിൽ നിന്നൊക്കെ ഇനി നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രോട്ടഗോണിസ്റ്റ് ആരാണ്, അതുപോലെ തന്നെ ബ്ലൂസ്റ്റ് ഐയുടെ പ്രമേയം എന്താണ്, എന്തിന്റെ പ്രസൻസിനെ കുറിച്ചാണ് ബ്ലൂസ്റ്റ് ഐ കൺവേ ചെയ്യുന്നത് അല്ലെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒമേറോസ് എന്ന് പറയുന്ന കവിത ആരുടെയാണ്? ഡെറിക് വാൽകോട്ട്, മാർക്വസ്, അർണോൾഡ് വെസ്കർ, ടോണി മൊറീസൺ. 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഡെറിക് വാൽകോട്ട്. ഓക്കെ, ഡെറിക് വാൽകോട്ട് ആണ് ഇതിന്റെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ഡെറിക് വാൽകോട്ട്, മാർക്വസ്, അർണോൾഡ് വെസ്കർ, ടോണി മൊറീസൺ, ഇത്രയും പേരാണ് നമുക്ക് ഓപ്ഷൻസിൽ ഉള്ളത്. ഓക്കെ, ശരി ഉത്തരം വരുന്നത് വാൽകോട്ട് ആണ്. ഈ മാർക്വസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. വെസ്കർ ഒരുപാട് എൻട്രീസ് ആണ് ചെയ്തിട്ടുള്ളത്, ലിറ്റററി എൻട്രീസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ടോണി മൊറീസണിലേക്ക് പോയി കഴിഞ്ഞാൽ ബിലൗഡ്, ബ്ലൂസ്റ്റ് ഐ. ഓക്കെ, ഈ മൊറീസൺ ഓപ്ഷനിലാണെങ്കിലും ഉള്ളത് നമ്മൾ എന്താണ് പ്രത്യേകം കൺസിഡർ ചെയ്യണം. കാരണം പിന്നെ വരുന്ന പരീക്ഷയിൽ മൊറീസൺ ക്വസ്റ്റ്യനിൽ തന്നെ അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചാൾസ് ഡിക്കൻസ് ഡൈഡ് ഇൻ ദ ഇയർ. ചാൾസ് ഡിക്കൻസ് മരിച്ച വർഷമാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ചാൾസ് ഡിക്കൻസ് ഡൈഡ് ഇൻ ദ ഇയർ 1850, 1860, 1870, 1880. ഓക്കെ, ചാൾസ് ഡിക്കൻസ് ഡൈഡ് ഇൻ ദ ഇയർ 1850, 1860, 1870, 1880. ഏതാണ് നമുക്ക് ശരി ഉത്തരവായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ചാൾസ് ഡിക്കൻസ് ഡൈഡ് ഇൻ ദ ഇയർ 1870. 1870 നമുക്ക് ചാൾസ് ഡിക്കൻസ് മരിച്ച വർഷമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡിക്കൻസിന്റെ പ്രത്യേകത അറിയാമല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റ് അല്ലെ, ഒരുപാട് നല്ല നോവലുകൾ തന്ന ഒരു നോവലിസ്റ്റ് ആണ് ഡിക്കൻസ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഡിക്കൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഡിക്കൻസിന്റെ ഒരു നോവൽ തന്നെ ധാരാളമാണ് അല്ലെ. അത്രയും പ്രത്യേകതകൾ ഡിക്കൻസ് നോവലിൽ നിറയ്ക്കാറുണ്ട്. നോവലിന്റെ ഒരു ഐഡിയയിൽ കൺവേ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കി പോണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾ, ഇയറിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിരുന്നു ഈ ഒരു ഇതില്. അപ്പൊ ഡിക്കൻസിന്റെ ഇയർ, ഡിക്കൻസ് മരിച്ച വർഷം, വേൾഡ്സ്വർത്ത് മരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്, ഡിക്കൻസ് മരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1870 ആണ് ഡിക്കൻസ് മരിക്കുന്ന വർഷം. ഒമേറോസ് കവിത ഡെറിക് വാൽകോട്ടിന്റെ ആണ്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഗ്രേറ്റ് എക്സിബിഷൻ നടന്ന വർഷം 1851 ആണ്. ഓക്കെ, അപ്പം ഇത് 1 ഡേ കൊണ്ട് എൻഡ് ചെയ്ത ഒരു എക്സിബിഷൻ അല്ലായിരുന്നു എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. ഓക്കെ, വർഷങ്ങൾ നീണ്ടു നിന്ന ഒരുപാട് കാലത്തിന്റെ ഐഡിയാസ് കൺവേ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് വന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. വേൾഡ്സ്വർത്തിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം ഇതായിരുന്നു, വേൾഡ്സ്വർത്തിന്റെ ഓഡ് ഓൺ ദി ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഇത് ആരുടെ വർക്ക് ആണെന്ന് ചോദിച്ചാൽ വേൾഡ്സ്വർത്തിന്റെ ആയിരുന്നു. പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ മീൻ അല്ലെ. അപ്പൊ ഈ ഒരു ഇഡിയം എന്ന് പറയുന്നത് ഇനി ചോദിക്കാൻ കിടക്കുന്ന അനവധി ഇഡിയംസിലേക്കുള്ള നമ്മുടെ ഒരു യാത്രയാണ് അല്ലെ. അപ്പൊ ഇഡിയത്തിൽ നിന്ന് ചോദ്യം വരും എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇഡിയംസ് എല്ലാം എടുത്ത് പഠിക്കുക. കോഴ്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇഡിയംസ് ഇല്ലെ, സെക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു സമാധാനം നമുക്ക് ഇഡിയംസിന്റെ കേസിലുള്ളത്, പഠിച്ചത് തന്നെ ചോദിക്കും. കാരണം പെട്ടെന്നൊരു സമയത്ത് നമുക്ക് ഒരു ഇഡിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇഡിയംസിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ എന്തായാലും ആവർത്തിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, വേഴ്സ് സെറ്റാർ ആയിട്ടുള്ള വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എഴുതിയത് ആരാണ്? മറക്കരുത്, ഫസ്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി അടക്കം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സാമുവൽ ജോൺസൺ അഥവാ നമ്മുടെ ഡോക്ടർ ജോൺസൺ ആണ്. പിൽഗ്രിംസ് പ്രോഗ്രസ് 2 സെക്ഷനുള്ള ബുക്കാണ്, ബണ്ണിന്റെ ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ പോയറ്റിക് ഡ്രാമ മർഡർ ഇൻ ദ കാത്തഡ്രൽ TS എലീറ്റിന്റെ ആണ്. 1935 ആണ് അതിന്റെ ഇയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. പഠിച്ച ചോദ്യങ്ങൾ അല്ലെ, എത്ര ചോദ്യം പഠിച്ചാലും അത്രയും ചോദ്യങ്ങളിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒമേറോസ് പോം നമ്മൾ നോക്കി. ഒമേറോസ് ആരുടെയാണെന്ന് അറിയാലോ, വാൽകോട്ടിന്റെ ആണ്. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്, ചാൾസ് ഡിക്കൻസ് ഡൈഡ് ഇൻ ദ ഇയർ. ചാൾസ് ഡിക്കൻസ് മരിക്കുന്നത് 1870 അടുത്ത നോക്കിക്കേ, the first volume of Keats poems was published in the year. Okay, the first volume of Keats poems. Keats poemsന്റെ ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്യുന്ന വർഷമാണ് നമ്മളോട് ചോദിക്കുന്നത്. 1815, 1816, 1817, 1818. ഓക്കെ, അതായത് കീറ്റ്സിന്റെ ഫസ്റ്റ് വോളിയം ഓഫ് പോംസ് പബ്ലിഷ് ചെയ്ത വർഷം. കീറ്റ്സിനെ കുറിച്ച് അറിയാമല്ലോ, നെഗറ്റീവ് കേപ്പബിലിറ്റി അടക്കം ഒരുപാട് ഐഡിയാസ് ഒക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ.
അപ്പൊ കീറ്റ്സിന്റെ ഫസ്റ്റ് വോളിയൂം ഓഫ് പോംസ് പബ്ലിഷ് ചെയ്ത വർഷം 1815, 1860, 1870, 1880. ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഏതാ ശരി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? കീറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രിമച്വർ ഡെത്ത് ആയിരുന്നു കീറ്റ്സിന്റേത്. 1870 ആണ് കേട്ടോ, 1870 ആണ്. കീറ്റ്സ്, കോളറിഡ്ജ്, വേൾഡ്സ്വർത്ത്, ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള റൈറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഒരിക്കൽ കീറ്റ്സിനെ കൂടെ ഓപ്ഷനകത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് കോമ്പിനേഷൻസിനകത്തിൽ വേൾഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റാണ്, ഇല്ലേ? നമുക്കറിയാം ലേക്ക് പോയിറ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്നത് വേൾഡ്സ്വർത്ത്, കോളറിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ സതയാണ്, റോബർട്ട് സതയാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. നമ്മൾ ഈ പിങ്ക് പോയിറ്റ്സിനെയൊക്കെ പഠിക്കുന്ന പോലെ അറിയേണ്ടതാണ് ലേക്ക് പോയിറ്റ്സ്. ഒരിക്കലും കീറ്റ്സിനെ ഓപ്ഷനിൽ കണ്ടതുകൊണ്ടാണ് ഇപ്പൊ കീറ്റ്സിന്റെ ഒരു ചോദ്യം വന്നപ്പോൾ അതല്ല എന്ന് ഞാൻ ക്ലിയർ ചെയ്തു പോകുന്നത്. ഓക്കെ, വേൾഡ്സ്വർത്ത്, കോളറിഡ്ജ്, സതേ. വേൾഡ്സ്വർത്തും കോളറിഡ്ജും റോബർട്ട് സതയും. ഓക്കെ, വേൾഡ്സ്വർത്തും കോളറിഡ്ജും റോബർട്ട് സതയും. ഇത്രയും പേരെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ ലേക്ക് പോയിറ്റ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. കീറ്റ്സ് അതിൽ ഇല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കാരണം ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അന്ന് കുറെ പേര് ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കീറ്റ്സ് അല്ലേ, സതേ അല്ലല്ലോ, കീറ്റ്സ് അല്ലേ എന്ന്. അല്ല, കീറ്റ്സ് അല്ല, അതിന്റെ ഉത്തരം വരുന്നത് സതേ തന്നെയാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കോളറിഡ്ജിനോടും വേൾഡ്സ്വർത്തിനോടും ഒപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് പോയിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് സതയാണ് അതിന്റെ ശരി ഉത്തരം, റോബർട്ട് സതേ. ഓക്കെ, അടുത്ത നോക്കിയാലോ. ടു എ സ്കൈലാർക്ക് ഈസ് എ പോം ബൈ. ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കവിത തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയത് ആരാണ്? സിമ്പിൾ ചോദ്യമല്ലേ, എഴുതിയത് ആരാണ്? അപ്പൊ ഇതിപ്പോ നമുക്ക് അറിയാലോ, ഓൾറെഡി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല, മാച്ചപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത ആരുടെയാണ്? പി ബി ഷെല്ലി, മേരി ഷെല്ലി, ബൈറൺ, നൺ ഓഫ് ദ എബോവ്. പി ബി ഷെല്ലി, മേരി ഷെല്ലി, ബൈറൺ, നൺ ഓഫ് ദ എബോവ്. ഏതാ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? ടു എ സ്കൈലാർക്ക്. ടു എ സ്കൈലാർക്ക്. ഒരുപാട് ഓഡ്സ് നമുക്കുണ്ട് കേട്ടോ, ഓടുകൾ. ഓടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാൻഡ് നറേറ്റീവ് ആയിരിക്കും. ഓഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഗ്രാൻഡ് നറേറ്റീവ്. പിന്നെ അതുപോലെ തന്നെ അവർ എപ്പിക് ലാംഗ്വേജ് യൂസ് ചെയ്യും. സബ്ലൈം തീംസ്. തീമുകൾ എങ്ങനെയായിരിക്കും? സബ്ലൈം ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സബ്ലൈം തീമുകളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകൾ നമുക്ക് ഇപ്പൊ ഓടെന്ന് പറയുമ്പോൾ തന്നെ അതിന് ഗ്രാൻഡ് നറേറ്റീവ് ആയിരിക്കണം, എപ്പിക് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, സബ്ലൈം ആയിട്ടുള്ള തീമുകൾ അതിനകത്ത് കൺവേ ചെയ്യപ്പെടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, സോ അത് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത പി ബി ഷെല്ലി, മേരി ഷെല്ലി, ബൈറൺ, നൺ ഓഫ് ദ എബോവ്. ഏതാ നമുക്ക് ശരി ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? കിട്ടിയോ? ഏതാ ശരി ഉത്തരം? പി ബി ഷെല്ലി ആട്ടോ. ബേഴ്സി ഷെല്ലിയാണ് ശരി ഉത്തരം വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് പി ബി ഷെല്ലി, മേരി ഷെല്ലി ഉണ്ട്. പി ബി ഷെല്ലി ഹസ്ബൻഡ് ആണ്, മേരി ഷെല്ലി ആണ് വൈഫ്. ഓക്കെ, ഹസ്ബൻഡ് വൈഫ് ആണ്. അതുപോലെ തന്നെ ബൈറൺ റെബല്യസ് പോയിറ്റ്, റെവല്യൂഷണറി പോയിറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ബൈറൺ ഒരുപാട് നല്ല കവിതകളൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, നല്ല നല്ല കവിതകൾ നമുക്ക് ബൈറന്റേതായിട്ട്, ചൈൽഡ് ഹെറോൾഡ്സ് പിൽഗ്രിമേജ്. ഓക്കെ, ബണ്ണിനെയും ബൈറനെയും ഒക്കെ നമുക്ക് ഒരേ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു കവിതകളുടെയൊക്കെ പേരിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ജോൺ ബണ്ണിയൻ, ബൈറൺ. ഓക്കെ, എപ്പോഴും പഠിക്കേണ്ട പോയിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിറ്റ്സ് കാണും, നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് വിടാൻ പറ്റാത്ത പോയിറ്റ്സ് കാണും. അതിലൊരാളാണ് ബൈറൺ. ഓക്കെ, കവിതകളുടെ പേരിൽ ബൈറൺ എഴുതിയതിൽ കവിതകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസിലുള്ളത്. പിന്നെ നമ്മുടെ ജോൺ ബണ്ണിയൻ. ഓക്കെ, ജോൺ ബണ്ണിയൻ, ബണ്ണിയന്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ പോയിന്റ് ഓഫ് വ്യൂസ് ഒക്കെ വേണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് വരുന്നത് കൂടുതലും കളക്ഷൻസ് ആണ്. ഓക്കെ, കൊളാബറേറ്റീവ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്, കളക്ഷൻസ് ചോദിക്കാറുണ്ട്. അതായത് റൈറ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കളക്ഷൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വോളിയൂം ഓഫ് പോയിട്രി ഒക്കെ ഉണ്ടായിരിക്കും. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ടുണ്ട്. അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ നമുക്ക് വരാൻ സാധ്യത കൂടുതലും കവിതാ സമാഹാരങ്ങൾ, അത് തന്നെയാണ് കളക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരവരുടെ പേഴ്സണൽ എൻട്രീസ് ഒക്കെ ചിലപ്പോൾ കൺവേ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓട്ടോബയോഗ്രഫിക്കൽ ടോണിൽ എഴുതിയ കവിതകളൊക്കെ ഉണ്ടാവും, കൺഫെഷണൽ ആയിട്ട് എഴുതിയിട്ടുള്ള കവിതകൾ ഉണ്ടാവും. അപ്പൊ കൺഫെഷണൽ പോയിറ്റ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഒന്ന് സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്ത്, അതുപോലെ തന്നെ നമ്മുടെ സിൽവിയ പ്ലാത്ത് വരുന്നുണ്ട്, ഒപ്പം തന്നെ കമലാദാസ്.
കൺഫെഷണൽ റൈറ്റേഴ്സ് ആണേ. കൺഫെഷണൽ റൈറ്റേഴ്സ് ഇൻ ദ സെൻസ് അവരുടെ ലൈഫ് ഐഡിയാസ് തന്നെ കൂടുതൽ കൺവേ ചെയ്യും. ഓക്കെ, കാരണം അവരുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അങ്ങനെയുള്ള സിമിലർ ഐഡിയാസ് തന്നെ കൂടുതലായിട്ടും റൈറ്റിംഗ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു വർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കീറ്റ്സ് നെഗറ്റീവ് കേപ്പബിലിറ്റി പ്രതീക്ഷിക്കണം, സാധ്യത വളരെ കൂടുതലാണ്. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോണം, അത് റൈറ്ററിന്റെ ഇന്നബിലിറ്റി അല്ല, എബിലിറ്റി തന്നെയാണ് അതിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ മറ്റൊരെണ്ണം ട്വേ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത ആരുടേതാണെന്നാണ്. ട്വേ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത PB ഷെല്ലിയുടെയാണ്. ഓക്കെ, PB ഷെല്ലിയുടെ എക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ പറയുന്ന ട്വേ സ്കൈലാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഒന്നാണ് സ്കൈലാർക്ക്. ഓക്കെ, സോ അതും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ അതിന്റെ റീസൺ കൂടെ അറിയാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ കയ്യിൽ അതിന്റെ ഉത്തരം ഉണ്ടായിരിക്കണം. ഏത് ചോദ്യം എങ്ങനെ വന്നാലും നമുക്ക് അതിനെ സമീപിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഒരു 20 ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ 20 ചോദ്യങ്ങൾ മാത്രമല്ല പഠിച്ചത് അല്ലെ, ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ നിന്ന് ഇനി എങ്ങനെ ചോദ്യങ്ങൾ വരാം അല്ലെ, അതുപോലെ തന്നെ അതിനെ ഓപ്ഷനിൽ നിന്ന് പഠിക്കാനുണ്ടോ. ഇയറിന്റെ കേസിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നത് അല്ലെ. ഇയർ ആണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, ഇയേഴ്സ് നമുക്ക് പിന്നെ അതായത് സാധ്യത കുറവാണ്. ഇപ്പൊ 1922 എന്നൊക്കെ പറഞ്ഞൊരു വർഷം കിടപ്പുണ്ടെങ്കിൽ വേണേ അവിടുന്ന് പഠിക്കാം അല്ലെ. TS എലിയറ്റിന്റെ വേസ്റ്റ്ലൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് ജോയ്സിന്റെ യുലൈസിസ് എന്ന് പറയുന്ന നോവല്, ഇതൊക്കെ പബ്ലിഷ് ചെയ്ത സമയമാണ്, ഇതിനൊക്കെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന സമയമാണ് എന്നുള്ള പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലാത്ത കേസിൽ എപ്പോഴും വേണ്ടെന്ന് പറയുന്നത് ഓപ്ഷനിലുള്ള റൈറ്റേഴ്സിന്റെ പേരുകൾ നമ്മൾ നോക്കുക. ഇനി അവരെന്തെങ്കിലും വർക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അല്ലെ. ഇപ്പൊ മേരി ഷെല്ലി എന്ന് പറയുമ്പോൾ ഫ്രാങ്കൻസ്റ്റീൻ, ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും ഒക്കെ കൺവേ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. PB ഷെല്ലി എന്ന് പറയുമ്പോൾ ഓസിമാൻഡിയാസ് എന്ന് പറയുന്ന കവിത അല്ലെ, ഓസിമാൻഡിയാസ് ഒരു കവിതയാണ് അല്ലെ, ഒരു അറഗന്റ് കിങ്ങിനെ കുറിച്ച് കൺവേ ചെയ്യുന്ന ഒരു കവിതയാണ് ഓസിമാൻഡിയാസ്. ഇനിയും PB ഷെല്ലിയുടെ വൈഫായ മേരി ഷെല്ലിയുടെ നോവലാണ് ഫ്രാങ്കൻസ്റ്റീൻ. ഓക്കെ, ഫ്രാങ്കൻസ്റ്റീൻ എന്ന പുസ്തകം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. നമ്മുടെ കയ്യിൽ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനിയും ക്വസ്റ്റ്യൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കും. താങ്ക് യു.